ശ്രീ ഉല്ലാസ് ബാബു, നേരത്തെ നിയാസൊക്കെ പറഞ്ഞ പോലെ വളരെ വിശാലമായ കാഴ്ചപ്പാടിലാണ് സമരത്തെ കോൺഗ്രസ് സ്വീകരിച്ചത്. തങ്ങളുടെ നല്ല ഉമ്മൻചാണ്ടി നല്ല ഏതൊരു മുഖ്യമന്ത്രിയാണെങ്കിലും തങ്ങളുടെ പാർട്ടിയോ തങ്ങളുടെ മുന്നണിയോ ഭരിക്കുമ്പോഴാണെങ്കിലും ഉയർന്നു വരുന്ന ആരോപണങ്ങളെ ജനാധിപത്യ മര്യാദയോടുകൂടി ഏറ്റുവാങ്ങി ആ സമരത്തെ അങ്ങനെയാണ് അവർ കണ്ടത്. അങ്ങനെ മാത്രം വിലയിരുത്താൻ കഴിയുമോ ശ്രീ ഉല്ലാസ് ബാബു? എൻ്റെ പൊന്നു ഉമേഷേ, ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ ഗിമ്മിക്ക് പറയാം, അല്ലെങ്കിൽ ഒരു തിണ്ടമിടുക്ക് പറയാമെന്നല്ലാതെ വേറെ എന്താ അതിനൊക്കെ പറയുക? ജനാധിപത്യ മര്യാദയിൽ ഇവർ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സമരത്തിന് മുൻപേ ഇവർ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അവരങ്ങോട്ട് ഓഫീസിൽ പ്രഖ്യാപിച്ചാൽ പോരെ? സമരവും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാനും ഞങ്ങളെ താഴെ ഇറക്കാനും എന്നെ രാജിവെപ്പിക്കാനും വന്ന പ്രതിപക്ഷം നാണം കെട്ട് ജനങ്ങളുടെ മുമ്പിൽ പൊട്ടന്മാരായി തിരിച്ചു പോയിക്കോട്ടെ, ഞങ്ങളോടാ കളി എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ മിടുക്ക് കാണിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് അഴിമതി ആരോപണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു എന്നൊരു മരിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അങ്ങനെ പറയുന്നില്ല. എന്ത് വന്നു എന്നുള്ളത് ഉമേഷിനും ഈ സമൂഹത്തിനും അറിയാമല്ലോ. അതൊക്കെ അങ്ങ് സഹിച്ച്, അതൊക്കെ അങ്ങ് പൊറുത്ത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ തിരുവനന്തപുരത്തേക്ക് ഇത്ര ആളുകളെ കൊണ്ടുവന്ന് ചാടി താഴെ ഇറക്കിയിട്ടേ തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് സന്മനസ് കാണിച്ച് അവരെ അങ്ങ് തലോടി തിരിച്ചു വിട്ടു. എന്തൊക്കെയാണോ നിങ്ങൾ ആവശ്യപ്പെട്ടത് അതൊക്കെ ഞങ്ങൾ അങ്ങ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ നമ്മളൊക്കെ അത്രയ്ക്ക് മതപതിച്ചു പോകണോ ഉമേഷേ? ഇതിൽ കൃത്യമാണ് ഉമേഷ്, ഇതിൽ രാഷ്ട്രീയമുണ്ട്. എന്താണ് ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയം? ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അധികാര കസേരയിലിരുന്ന് അവനവൻ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കാതെ അവനവൻ്റെ ഓഫീസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇടപെട്ടു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരിക്കെ, കോൺഗ്രസിൻ്റെ ആളുകൾക്ക് അതിൽ കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടായിരിക്കെ, ഇതിനെ അവസാനിപ്പിക്കണം, ഈ സമരം കയറി വന്നാൽ അത് പ്രയാസമാകുമെന്നും സർക്കാർ താഴെ ഇറങ്ങുമെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടാകും. അപ്പുറത്തൊരു ചെക്ക് വെച്ചാൽ ആ ചെക്ക് കൃത്യമാകണമെങ്കിൽ അവർ നടത്തിയതും അവർ പെടാൻ പോകുന്നതും അവർ ചെയ്തൊരു ക്രൂരകൃത്യം കൂടി കോംപ്രമൈസ് ചെയ്ത് കൊടുക്കണമെന്നുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട, ആ അജണ്ട നടപ്പിലാക്കാൻ ബ്രിട്ടാസ് നമ്മുടെ ബഹുമാനായിട്ടുള്ള ശ്രീ മുണ്ടക്കയം സാറിനെ വിളിച്ചു. അദ്ദേഹം അത് കൃത്യമായി പറയാനുള്ളവരോട് പറഞ്ഞു, പറയാനുള്ളവരോട് ഇന്ന ആളെ വിളിക്കാൻ പറഞ്ഞു. അതിൻ്റെ മുകളിൽ പോയി അവർ അത് സെറ്റിൽ ചെയ്തു. ഇത് കേരളം മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയുള്ളവരാണെന്ന് കേരളത്തിലുള്ള ആളുകൾ. ഇതെല്ലാവർക്കും തിരിച്ചറിയാം, വൈകി എന്ന് മാത്രം. ഇത് തിരിച്ചറിയാൻ വൈകി എന്ന് മാത്രം. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ഈ രഹസ്യങ്ങളും ഇവരുടെ ഈ നാടകങ്ങളും ഇവരുടെ ഈ അഭിനയങ്ങളും ഇവരുടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതും ഇവർ ജനങ്ങളെ പറ്റിക്കുന്നതും, കോൺഗ്രസ്സുകാർ അവനവന്റെ അണികളെ പറ്റിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവരവരുടെ അണികളെ പറ്റിച്ചതും, ഇവർ രണ്ടുപേരും കൂടി കേരള ജനതയെ പറ്റിക്കാൻ നോക്കിയതുമൊക്കെ BJP കൃത്യമായി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, അന്നും ഇന്നും എന്നും. ഇന്ന് അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് ജനങ്ങളുടെ പക്ഷം വന്നു എന്ന് മാത്രം. ഇതിനകത്ത് ഡീലുണ്ട്. ഇവർ ഡീല് തുറന്നു പറയട്ടെ. അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പ്രവൃത്തി എന്താ, ജോൺ മുണ്ടക്കയം സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എതിരെ ജോൺ ബ്രിട്ടാസ് വരട്ടെ, തിരുവഞ്ചൂർ വരട്ടെ, കുഞ്ഞാലിക്കുട്ടി വരട്ടെ, ഉമ്മൻചാണ്ടി സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ ഭൂമിയിലില്ല. ബാക്കി ഉള്ള ആളുകൾ കൃത്യമായിട്ട് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ഇവരൊക്കെ അത് അംഗീകരിക്കല്ലേ ചെയ്തേ? ഇദ്ദേഹം പറഞ്ഞ രീതിയിലല്ല എന്നൊക്കെ പറഞ്ഞ് ട്വിസ്റ്റ് കളിക്കുന്നതിന് പകരം ഇവർക്ക് കൃത്യമായി പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിച്ചോ? ഇദ്ദേഹത്തിനെതിരെ നിൽക്കാൻ അവർ തയ്യാറായോ? എന്താ തയ്യാറാവാത്തത്? അവർ ചെയ്ത കാര്യങ്ങൾ അവർക്കറിയാമല്ലോ, അവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്കറിയാമല്ലോ, അവർ എന്തിനായിരുന്നു പറഞ്ഞതെന്ന് അവർക്കറിയാമല്ലോ, അവർ ആർക്ക് വേണ്ടിയായിരുന്നു ആയുധമായതെന്ന് അവർക്കറിയാമായിരുന്നല്ലോ. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങനെയെന്നല്ല, ഞങ്ങൾ വലിയ പാവങ്ങളായതുകൊണ്ട് സന്മനസ് കാണിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഹസ്കറിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം വളരെ കഷ്ടപ്പെടുകയാണ് ഇത് ന്യായീകരിക്കാനായിട്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ഇതിനെ ഉപമിക്കുന്നു. എന്ത്? ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തോട് ഉപമിച്ചതേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരെ പറ്റിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് മൂത്രമൊഴിക്കാനും മലമ്പുവാനും സ്ഥലമില്ലാതെ ഈ തിരുവനന്തപുരം ജില്ല മൊത്തം നാറ്റിച്ച് നശിപ്പിച്ച് തിരിച്ച് പറ്റിച്ച് കുടുംബത്തേക്ക് അയച്ച സമരത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് അദ്ദേഹം ഒന്ന് ഉപമിച്ചു എന്ന്. ഇതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. ഒരു കാര്യം ഉമേഷ് മനസ്സിലാക്കിക്കോ, നിരവധി കേസുകളിൽ ഇവരുടെ ഈ കോംപ്രമൈസീവ് രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്.
ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും VS ഭരിക്കുമ്പോഴും ഈ കഴിഞ്ഞ പിണറായി വിജയൻ ഇത്ര കാലം ഭരിക്കുമ്പോഴും ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് പരസ്പര സഹായ സഹകരണ മുന്നണിയായിക്കൊണ്ടാണ് അവർ കേരള ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചതി മനസ്സിലാക്കിയിട്ടുള്ള കേരള ജനത ഈ 4-ാം തീയതി അവർക്ക് മറുപടി കൊടുക്കാൻ പോവുകയാണ്. അതും കൂടി ഉമേഷ് ഇതിനോട് ചേർത്ത് വായിച്ചോ. ഇതിനൊക്കെ നിങ്ങൾക്ക് കേരള ജനത മറുപടി പറയും 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ.